ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ ഉച്ചതിരിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്നലെ നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സെയിം നൈറ്റി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഈ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഡ്രസ്സിലും നമുക്ക് മഞ്ഞളും ഈ നമ്മളിടുന്ന ഫേസ് പാക്കും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ഡ്രസ്സ് മാറി 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 വാഷ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾ ചോദിക്കാണ്ടിരിക്കില്ല ഈ ഡ്രസ്സ് എന്താ മാറാറായില്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആദ്യമേ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്ന് തന്നെ രാവിലെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അല്ല, ഇന്നത്തെ വീഡിയോ, അതായത് നിങ്ങൾ നാളെ ആവും ഈ വീഡിയോ കണ്ടാവുക, ഞാൻ ഇന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് എന്തായാലും കുറേ കുക്കിങ്ങും കുറേ എൻ്റേതായ കുറേ റുട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായല്ലോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീനൊക്കെ ചെയ്തിട്ട്, എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. സമയം ഇന്ന് പാച്ചു ഉറങ്ങിയില്ല. പാച്ചു അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാറുള്ളതാണ്, എനിക്കും അതുകൊണ്ട് ഒരു റെസ്റ്റ് കിട്ടാറുള്ളതാണ്. പാച്ചു ഒന്ന് ഉറങ്ങാണ്ട് ഭയങ്കര ലഹളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലഹള മീൻസ് കളിക്കുക, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. ഞാനും കൂടെ അവൻ്റെ കൂടെ കളിക്കണമല്ലോ. അവൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിതേ 4 മണി ആയപ്പോഴത്തേക്കും 2:30 ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് റൂമിലേക്ക് കയറിയപ്പം അവൻ ഉറങ്ങാനുള്ള വട്ടമൊന്നും കാണാണ്ടായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പാച്ചു ദേ ഓൾറെഡി പുറത്ത് അപ്പാപ്പനും അമ്മയ്ക്കും കാവലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചായ വെക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ കിച്ചണിലേക്ക് ഒരു വീട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ് സോസ് പാൻ. ഇവിടുത്തെ സോസ് പാനൊക്കെ എക്സ്പയർ ആവാറായതായിരുന്നു, അതിൻ്റെ ജീവനും ശ്വാസമൊക്കെ പോവാറായി. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു സോസ് പാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് സോസ് പാൻ എപ്പോഴും ആവശ്യമുള്ളതാണ്, ചായ വെക്കാൻ, കാപ്പി വെക്കാൻ. ഇപ്പം പിള്ളേർ വലുതായപ്പോൾ അവർക്ക് കുറുക്ക് ഉണ്ടാക്കാൻ അവരുടേതായ സാധനങ്ങൾക്കൊക്കെ വേണം. അപ്പം ഞാൻ വിചാരിച്ചു ആ ദാരിദ്ര്യം പിടിച്ച സോസ് പാൻ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു സോസ് പാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ അറിയാലോ നിങ്ങൾക്ക്, ഞങ്ങളുടെ കുക്ക്വെയർ പാർട്ട്നേഴ്സ് ആണ് ഇൻഡസ് വാലി. ഇപ്പോൾ നമ്മുടെ കിച്ചൺ എവിടെ നോക്കിയാലും ഇൻഡസ് വാലി മാത്രമാണ്. അപ്പോൾ ഇതാണ് ആ സോസ് പാൻ. എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര വെയിറ്റാണ്, നല്ല വെയിറ്റും നല്ല കിടിലൻ പിടിയാണ്, നല്ല ഉറപ്പുള്ള ഒരു പാത്രമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലിഡ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ലിഡ് കട്ട് ചെയ്തു. ഇതിനെ കൂടെ ഇങ്ങനെ ഒരു ലിഡ് വരുന്നുണ്ട്. ആവി പോവാനുള്ള ഒരു ഹോളും ഉണ്ട്. ശരിക്കും നല്ല രസമുണ്ട് പാത്രം, നല്ല വെയിറ്റ് ഉണ്ട്, കളർ അടിപൊളിയായിട്ടുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. ഇതാണെങ്കിൽ ഇതിന് നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ്. ഇത് ക്ലീൻ ചെയ്യാൻ, ഇതെന്നല്ല ഇൻഡസ് വാലിയുടെ ഏത് പാത്രവും ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഈവൻ ഹീറ്റിംഗ്, വൈഡ് ലോങ് ഹാൻഡിൽ, അത് ശരിയാ, വൈഡ് ലോങ് ഹാൻഡിൽ. പിന്നെ ഡ്യൂറബിൾ ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബോർഡ്സ് ഈ സംഭവം. പിന്നെ സ്റ്റീൽ ലിഡ് വിത്ത് നോബ്, കൂൾ ടച്ച് ഹാൻഡിൽ. അതായത് നമ്മൾ ചൂടാക്കിയാലും ഈ ഒരു സംഭവം ചൂടാവില്ല. എപ്പോഴും നമുക്ക് സോസ് പാനിൽ, ഈ സ്റ്റീലിന്റെ സോസ് പാനിൽ എപ്പോഴും ബുദ്ധിമുട്ടുള്ള സംഭവം നമ്മൾ പിടിക്കുമ്പോൾ ചൂടാവാന്നുള്ളത് അതില്ല. പിന്നെ ആസ് യൂഷ്വൽ ട്രൈ സ്റ്റീൽ സോസ് പാൻ ആണ് കേട്ടോ. ഇവരുടെ ഒരുവിധം എല്ലാം ട്രൈ സ്റ്റീലാണ്. ഇൻഡസ് വാലിയുടെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇവരുടെ സൈറ്റ്സിൽ കാണും കേട്ടോ. ഇപ്പൊ കാസ്റ്റ് അയണിന്റെ കുറേ പാത്രങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഹെൽത്തി കുക്കിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇഷ്ടം പോലെ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കാസ്റ്റ് അയണിന്റെ പാത്രങ്ങളാണ്. നമ്മൾ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും അടിപൊളിയാണ്. നോൺ സ്റ്റിക്ക്, സ്റ്റെയിൻലെസ്, അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് അവരുടെ വരുന്നുണ്ട്. കുക്കർ, നമ്മുടെ ഇപ്പം എനിക്ക് 3 കുക്കറും ഇൻഡസ് വാലിയുടെ ആണ്. അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക്, കിച്ചണിലേക്ക് നല്ല അടിപൊളി പാത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അത് അഫോർഡബിൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അവിടെ ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ വാങ്ങിക്കാം. അത് വാങ്ങിക്കുമ്പോൾ Dimple12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഞാൻ വേഗം ബാക്കി പരിപാടി നോക്കട്ടെ കേട്ടോ. ഞാനിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൻ്റെ സമ്മർ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലേന്ന്. അപ്പോൾ ഇത് അവൻ്റെ ഫസ്റ്റ് സ്കൂളിന് അവൻ സമ്മർ ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ അവൻ അവിടെ ചെയ്ത ക്രാഫ്റ്റ് വർക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. എല്ലാതും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, കുറച്ചൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നത് ഡോൾഫിനാണെന്ന് തോന്നുന്നുണ്ട് ഉദ്ദേശിച്ചത് കുട്ടി. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേന്ന് ഇത് ചെയ്തിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഇത് ചെറി,
നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു പിള്ളേർ കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ പലപ്പോഴും പിടിച്ചിരുത്തി ചെയ്യാൻ നോക്കുമ്പോൾ അവൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. കളർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അല്ലാണ്ട് ഇങ്ങനത്തെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ അവൻ തന്നെ ചെയ്ത് തന്നെയാണ്. അവൻ ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ അവിടുന്ന് സെൻഡ് ചെയ്യാറുണ്ട്. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മക്കൾ ഓരോന്ന് എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു സന്തോഷമല്ലേ. അപ്പം ഞാനിതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പാച്ചു കുറച്ചും കൂടി വലുതായിട്ട്, കാരണം ഇപ്പം അവൻ്റെ കയ്യിൽ കൊടുത്തത് ചിലപ്പോൾ 4-5 കഷ്ണമാക്കും. അപ്പോൾ ഞാനിതൊക്കെ സൂക്ഷിച്ച ഒരു എന്താ പറയുക, ഒരു ട്രഷറായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കുറേ നാളുകൾ കഴിയുമ്പം അവന് തന്നെ ഇതൊക്കെ കാണുമ്പം ഒരു സന്തോഷമായിരിക്കും. എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇപ്പോൾ ഇതേ ഈ ഡോഗിനെ ഈ അടുത്ത് ഈ ലാസ്റ്റ് ഡേ എപ്പോഴോ ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ മാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പാച്ചുവിൻ്റെ കൈ വെച്ചിട്ട്, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ട് കേട്ടോ, പക്ഷെ എന്താണ് ക്ലിയർ എന്നുള്ളത് മനസ്സിലാവാറില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. ഉച്ചതിരിഞ്ഞ് ഡാഡി പുറത്ത് പോയി വന്നപ്പോൾ അതാ എന്നോട് വന്ന് പറഞ്ഞു, ഇതേ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. രാത്രിയിലേക്ക് കപ്പ മറ്റേ ചുവന്ന കളറിൽ വെച്ചാൽ മതി എന്ന് ഓർഡർ തന്നിട്ട് പോയി. ഡാഡി തന്നെ എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലേക്ക് പോയിട്ട് നമ്മുടെ ഫ്രഷ് മീനൊന്നുമില്ല, നമ്മൾ ഈ ആഴ്ച മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തൽക്കാലം ഉണക്കമീൻ എടുത്തു. ഉണക്കസ്രാവും ഉണക്ക മാന്തലും വെളൂരിയും ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മാന്തൽ കഴുകാനിട്ടു, കുതിർത്തിയിട്ടു. അപ്പോൾ അതേ നിങ്ങൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ സ്കിൻ കെയറിൻ്റെ സീക്രട്ട് എന്താണെന്ന്. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ പൊട്ടേറ്റോ ഐസ് ക്യൂബാണ്, പൊട്ടേറ്റോ ലെമൺ ഹണി ഐസ് ക്യൂബാണ്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ ഒരു പപ്പായ, പൊട്ടേറ്റോ, പിന്നെ അങ്ങനെ 2-3 ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്, എന്നും ഒന്നല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെയിലി വൺസേ ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലമായ കാരണം നമ്മൾ 2 വട്ടമൊക്കെ രാവിലെയും വൈകിട്ടും ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഒരു നേരം ഞാനത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കഴുത്തിലൊക്കെ നന്നായിട്ട് ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊട്ടറ്റോ ആയതുകൊണ്ട് കഴുത്തിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ സ്കിന്നിലത്തെ ആ ഒരു ഡാർക്ക് പാച്ചസും ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ എന്നെ കമൻറ്റിൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കപ്പയിലേക്കും മീൻകറിയിലേക്കൊക്കെ വേണ്ടുന്ന ഉള്ളിയൊക്കെ ആദ്യമേ ഞാൻ നന്നാക്കി വയ്ക്കും. അപ്പോൾ ഒരു എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു വീഡിയോ ഒക്കെ വെച്ചിരുന്ന് ഇങ്ങനെ ലാവിഷായിട്ട് ഇരുന്നിട്ട് ഇതൊക്കെ നന്നാക്കി വെച്ച് എല്ലാം അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പാച്ചു അപ്പാപ്പനെ കാണണം എന്നുകൊണ്ട് കരച്ചിൽ. അപ്പോൾ പമ്മിയും ഡാഡിയും വീട്ടിൽ ചെടി എല്ലാം രണ്ടാമത് പറിച്ച് നടണ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ അതേ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ദേ പാച്ചു ജീപ്പിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം കുക്കിങ്ങിലേക്ക് കടന്നു. ഇത് ഞാൻ മീൻകറി വെക്കാനുള്ള പുറപ്പാടാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി, ഇഞ്ചി അതൊക്കെ ചതച്ചു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ വറുത്ത എണ്ണയാണ്, അതാണ് മഞ്ഞ കളറിലിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ റാൻഡം ഷോർട്ട്സേ എടുത്തിട്ടുള്ളൂ. ഒരു റെസിപ്പി ഷെയർ ചെയ്യാവുന്ന പോലെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മീൻകറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുള്ള മീൻകറിയൊന്നുമല്ല. ഞാനിന്ന് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഈ മീൻകറി വെച്ചതെന്ന് മാത്രം. കാരണം കുടപ്പുളി ഇട്ടതൊന്ന് സെറ്റായിട്ട് പിടിച്ച് വരാനുള്ള സമയമില്ല. കാരണം നമ്മൾ ഇന്ന് തന്നെ എടുക്കല്ലേ, പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ കുടപ്പുള്ളിയാണ് നല്ലത്. ഇപ്പം നമ്മൾ ഇന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ വിനാഗിരി ഒഴിച്ചു. തക്കാളി ഞാൻ ഇട്ടില്ല. തക്കാളി നോക്കിയപ്പോൾ പച്ചത്തക്കാളി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഇട്ടില്ല. വിനാഗിരി ഒഴിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് മീൻകറി. അപ്പോൾ നല്ല എരിവൊക്കെ കൂട്ടിയിട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ കൂടെ അത് ചാറൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തിപ്പൊടി ഇട്ട ചുവന്ന കപ്പ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ മീൻകറി നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അത് അടച്ചു വെച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്കും പാച്ചുവിനെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. കാരണം പുറത്ത് നല്ല ഗംഭീര മഴയായിരുന്നു. അപ്പോൾ അവനെ പിടിച്ചിരുത്തണമല്ലോ. നോക്കിയപ്പോൾ അവന് വിശക്കണ സമയമായിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ പഴവും കാര്യങ്ങളൊന്നും ഇരിക്കണില്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇത്തവണ മാർക്കറ്റിൽ പോയിട്ടില്ല ഈ ആഴ്ച, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം അവന് നൂഡിൽസ് കൊടുത്തിരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പെഷ്യൽ നൂഡിൽസാണ് കേട്ടോ. നിങ്ങൾ റെസിപ്പി നോക്കി വെച്ചോ. നമ്മുടെ നൂഡിൽസ് ആദ്യം
വേവിച്ച് മാറ്റി വയ്ക്കുക. ഞാൻ 10 രൂപയുടെ മാഗിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വേറൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഈ മാഗിയുടെ മസാല ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ, അതിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നല്ലൊരു ബാറ്റർ പോലെ ആവും. വേറെ എക്സ്ട്രാ സോൾട്ടോ മസാലയോ ഒന്നും വേണ്ട, ഇതന്നെ മതി കേട്ടോ. മുട്ടയിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ച നൂഡിൽസ് ഇടുക, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഒരു പാനിൽ ഞാൻ ബട്ടറാണ് ഇടുന്നത്, നിങ്ങൾക്ക് നെയ്യിടാനോ എണ്ണ ഞാൻ പറയില്ല, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ ഞാൻ ഇതേ ബട്ടർ ഒഴിച്ച് അതിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിക്കും. ഈ ബാറ്റർ അങ്ങ് ഒഴിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ പാച്ചുവിനെ പിസ്സ എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന സംഭവമാണ് കേട്ടോ അത്. അവന് ചില ദിവസങ്ങളിൽ ഞാൻ സ്കൂളിലേക്കും കൊടുത്തയക്കാറുണ്ട്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബാറ്റർ ഇതിലൊഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ പരത്തി ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കും നന്നായിട്ടിങ്ങനെ താഴെ വെന്ത് വന്നോളും. ആദ്യം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെ മറിച്ചിടുന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാം, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾ പച്ചക്കറി കഴിക്കുന്നവരാണ് അധികം പിക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസയിൽ സെറ്റ് ചെയ്യുന്ന പോലെ പച്ചക്കറികളും ചീസും ഒക്കെ നമുക്ക് ലോഡ് ചെയ്യാം കേട്ടോ. പക്ഷേ പാച്ചുവിന് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ തൽക്കാലം ചീസ് മാത്രം, ഷ്രെഡഡ് ചീസ് മാത്രം ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സോസേജ് വെക്കുകയാണെങ്കിൽ സോസേജോ നമുക്ക് കുട്ടികളെ പറ്റിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ഭംഗിയാണ്. കാരണം കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പിസ്സ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും വെന്ത് വരും. അതൊന്നും മറച്ചിടണം. അപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഈ തവിയും പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് മറച്ചിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിലോ ഞാനൊരു കണക്കിനാണ് ഇതൊക്കെ മറച്ചിടുന്നത്. അങ്ങനെ അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മറച്ചിട്ട് അധികം സമയമൊന്നും വേവാനില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ഹാർഡ്ലി ഒരു 8-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇതാ പ്ലേറ്റിലിട്ട് പിസ്സ പോലെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്താൽ കറക്റ്റ് ആ ഒരു എന്താ പറയുക, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സ്പൂണും ഒക്കെ പിടിച്ച് നിൽക്കുന്ന കാരണം കട്ട് ചെയ്തൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുവിന് ഞാൻ പിസ്സ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ഉഷാറായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം ഞാനും അതിൽ നിന്ന് ഇസ്കി കഴിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു 5 മിനിറ്റിൽ പെട്ടെന്നൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അപ്പോഴാണ് തോമു വരണ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു തോമു പിസ്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സാജറേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൻ പുച്ഛിച്ച് തള്ളി. അവൻ കറക്റ്റ് പിസ്സയുടെ ആളാണ്. അപ്പോൾ അങ്ങനെ ഡിവൈൻ ചായ വയ്ക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ സോസ് പാനിൽ ഐശ്വര്യമായിട്ട് ചായ വയ്ക്കുകയാണ്. ശരിക്കും നല്ല സോസ് പാനാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല ഹാൻഡിലാണ്, നല്ല ബലമൊക്കെ ഉണ്ട്. പിന്നെ ഡിവൈൻ്റെ ചായ ഡിവൈൻ്റെയും മമ്മിയുടെയും ചായ നല്ലതാണ്. എൻ്റെ ചായ അത്ര പോരാ. ഞാൻ എന്തോ പനക്കല്ലിൽ വെക്കുമ്പോൾ അടിപൊളിയാവാറുണ്ട്, പക്ഷേ ഇവിടെ വെക്കുമ്പോൾ ഫ്ലോപ്പായി പോവാറുണ്ട്. ചായപ്പൊടിയുടെ വ്യത്യാസമാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ കാച്ചാനുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിച്ചെടുത്ത്, പിന്നെ നിങ്ങൾക്കറിയാലോ നോർമൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല, നമ്മൾ കുത്തിപ്പൊടി ഇട്ട് കാച്ചുന്ന പോലെ ആണ് കാച്ചിയെടുക്കുന്നത്. നല്ല അടിപൊളി കപ്പയായിരുന്നു ശരിക്കും. പെട്ടെന്ന് വെന്തു. നല്ല എന്താ പറയുക, പായസക്കുള്ളി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നന്നായിട്ട് ഉടഞ്ഞു എന്ന് തന്നെ പറയാം. ശരിക്കും ഇത്ര ഉടയണ്ടായിരുന്നു, കുറച്ച് കഷ്ണമായിരുന്നു നല്ലത്. കഷ്ണങ്ങളുണ്ട്, എന്നാലും കുറച്ച് നന്നായിട്ട് ഉടഞ്ഞ് നല്ല പാൽക്കപ്പയാണ്, നല്ല ടേസ്റ്റായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ വചനം എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാച്ചു NICUലായിരുന്ന സമയത്ത്, ക്രിട്ടിക്കലായിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് എഴുതി തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ 1001 എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാ വിചാരിച്ച കാര്യം നടന്നിട്ട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാ തവണയും ഞാനിത് എഴുതാറ്. അന്ന് അവൻ NICUൽ കിടക്കുമ്പോൾ തുടങ്ങി, പിന്നെ പല ആവർത്തി ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതി തുടങ്ങുകയാണ്. ഒരുപാട് നിയോഗങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനയൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളും പലരും ചോദിക്കാറുണ്ട് ഏതാണ്, ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. ഇതാണ് ഞാൻ എഴുതാറ് കേട്ടോ. എനിക്ക് ഇന്ന് വന്ന ഒരു കൊറിയറാണ്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇത് രാവിലെ വന്നതാണ്. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്തത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ. അപ്പോൾ അവർ സെൻഡ് ചെയ്തെന്നാണ്. അവരൊരു സ്റ്റാർട്ടപ്പാണ്.
ഞാൻ കഴിഞ്ഞ വട്ടം എപ്പോഴോ യൂസ് ചെയ്തപ്പോൾ ഒരു അലോവേറ ജെല്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അവരുടെ തന്നെയാണ് കേട്ടോ. ദി ഹാങ്ങർ എന്നാണ് അവരുടെ പേജിൻ്റെ പേര് കേട്ടോ. ഇത് വേണ്ട, എക്സ്ക്ലൂസീവ് സ്റ്റോർ, ദ ഹാങ്ങർ ദ എക്സ്ക്ലൂസീവ് സ്റ്റോർ. പാക്കിംഗ് ഒക്കെ കൊള്ളാമല്ലേ. ഇങ്ങനൊരു വാവ്, ഇങ്ങനൊരു സാരി, പട്ട് സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കസവ് സാരിയൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ടൈപ്പ് പറയാമെന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ അധികം സാരികളും ഇല്ല. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഭംഗി ഉണ്ടാവും തോന്നുന്നു ഈ കളറ്. അപ്പോൾ കൊള്ളാം അല്ലേ. ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പേജ് ഒന്ന് കയറി നോക്കിക്കോളോ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ്. വളരെയധികം മോട്ടിവേഷനൊക്കെ തരുന്നൊരു കുട്ടിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുട്ടിയാണ്. നമ്മൾ മീറ്റപ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും പറ്റാവുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പേജിലൊന്ന് കയറി നോക്കൂ. ദി ഹാങ്ങർ കേട്ടോ, ദി ഹാങ്ങർ എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ താങ്ക് യു. ഞാൻ എടുത്തിട്ട് പിന്നെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഡിന്നറൊക്കെ കഴിഞ്ഞു. പാച്ചുവിൻ്റെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞു. കിടക്കാൻ പോവാണ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു സെപ്പറേറ്റ് സ്കിൻ കെയർ വീഡിയോ ചെയ്യാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഞാൻ ഇടയ്ക്കും തലയ്ക്ക് ഓരോന്ന് പറഞ്ഞു പോയി ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉറങ്ങാൻ പോവാണ്. പാച്ചുവിൻ്റെ പാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. പാച്ചൊന്ന് വേഗം ഉറങ്ങും, അതാണ് എൻ്റെ ഒരു ആശ്വാസം. കാരണം അവനിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കിടത്തിയത് ഉറങ്ങും. അപ്പോൾ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ കണ്ടിരിക്കണം. എനിക്ക് കിട്ടുന്ന നീ ടൈം വളരെ കുറച്ചാണ്. അവനില്ലാത്തപ്പോഴേ ഞാൻ കൂടുതലും ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ വേഗം ഉറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ കാണണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.